In the last class, we discussed what liberal humanism is and who were the major theorists associated with it. പിന്നെ ലിബറൽ ഹ്യൂമനിസത്തിന്റെ മേജർ ടെനറ്റ്സും നമ്മൾ പറഞ്ഞു, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ലിബറൽ ഹ്യൂമനിസം. ആൻഡ് ടുഡേ വിൽ ഡിസ്കസ് വൈ ലിബറൽ ഹ്യൂമനിസം was criticized. Yes, why? What was the basis of the criticisms against liberal humanism, and why the new kinds of theory, new literary theories came up after 1950s? Post-war period ഒരുപാട് ലിറ്റററി തിയറീസ് വന്നിട്ടുണ്ട്. അത് വരാനുള്ള മേജർ കാരണവും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന അപ്രോച്ച്, അതിനുണ്ടായിരുന്ന രണ്ട് പ്രോബ്ലംസ് ഇതിൽ പറയുന്നുണ്ട്. This kind of reading is driven by its moral convictions rather than by any model of what constitutes a systematic approach to literary criticism. അതായത് ലിബറൽ ഹ്യൂമനിസത്തിന്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിനെ നമ്മൾ ലിബറൽ ഹ്യൂമനിസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, if you are looking at a work based on the theories or characteristic features or the tenets of liberal humanism, we would be looking at the moral aspect of that work rather than any other aspect. അതായത് അതിന് ലിറ്ററേച്ചർ എന്നുള്ളതിനേക്കാളും ആ ലിറ്ററേച്ചറിന്റെ മോറൽ ആസ്പെക്ട്സിനാണ് നമ്മൾ അതിന് പ്രോമിനൻസ് കൊടുക്കുക. സെക്കൻഡ് വൺ, ഇറ്റ് ഗിവ്സ് പ്രോമിനൻസ് ടു കോണ്ടന്റ് rather than ഫോം, സ്ട്രക്ചർ ആൻഡ് ജോണർ. ഇനിയിപ്പോൾ ഫോമും സ്ട്രക്ചറും ജാനർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള സിംബലിസം, ഡിസൈൻ, അതിന്റെ മെത്തേഡ്, അതിന്റെ ലാംഗ്വേജ്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് വുഡ് ഓൺലി ബി കൺസിഡേർഡ് ആസ് സെക്കൻഡറി. പ്രൈമറി കൺസേൺ വിൽ ഓൾവേസ് ബി മോറലിസ്റ്റിക്. ഒരു വർക്ക് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വുദറിംഗ് ഹൈറ്റ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്കിൽ ആ വർക്കിന്റെ മോറൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിന്റെ ലാംഗ്വേജ്, അതിന്റെ അപ്രോച്ച്, അത് ഏത് പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ജാനർ എന്താണ്, അത് ആ ജാനറിൽ അപ്രോപ്രിയേറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പോയം പോലെ എഴുതിയ നോവലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കില്ല. നോക്കിയാൽ തന്നെ അത് അതിന്റെ മോറൽ ആസ്പെക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എവിഡൻസ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. ഈ രണ്ട് പോയിന്റ്സ് ആണ് ലിബറൽ ഹ്യൂമനിസത്തിന്റെ ഡ്രോബാക്സ്, അല്ലെങ്കിൽ ഇത് രണ്ടും ലിബറൽ ഹ്യൂമനിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഈ രണ്ട് ഫീച്ചേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് 1950s ശേഷം പോസ്റ്റ് വാർ പീരീഡിൽ ലിറ്റററി തിയറി എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഏരിയ തന്നെ വരുന്നത്. And literary theory is also an umbrella term for various theories that came up during the post-war period. And it came as a reaction against the concept of liberal humanism. അതിൽ വന്നിട്ടില്ല. ഇതിപ്പോ നമ്മൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് decades ആണ്. There has been developments in each decade after 1950. 1960s മാർക്സിസ്റ്റ് ക്രിറ്റിസിസം വരാണ്, re-emerge ചെയ്യാണ്. Actually it came up, Marxist criticism came up during 1930s, but മെല്ലെ റിസീഡ് ചെയ്യാണ് ചെയ്തത്, മെല്ലെ പിന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. But in the 1960s, with the emergence of new critics, criticsന്റെ പേരൊന്നും പറയുന്നില്ല, you will learn it later on. എമർജൻസ് ഓഫ് ന്യൂ ക്രിറ്റിക്സ്, അവരുടെ ന്യൂ അപ്രോച്ചസ്, ഇതൊക്കെ കൊണ്ട് 1960s മാർക്സിസ്റ്റ് ക്രിറ്റിസിസം കംസ് ബാക്ക്. അതേപോലെ തന്നെ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം ഫ്രോയിഡിലാണ് തുടങ്ങിയത്, അതും ഒരു 1930s തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ് കംസ് ബാക്ക് വിത്ത് ലക്കാൻ ആൻഡ് അതർ മേജർ തിയറിസ്റ്റ്. 1960s തന്നെയാണ് അത് വരുന്നത്. Then you have the linguistic criticism, which gives importance to language. Then you have the feminist criticism. ഇതൊക്കെ 1960s വരുന്നതാണ്. Then you have in 1970s structuralism and post-structuralism, which emerged in France. രണ്ടും ഫ്രാൻസിലാണ് അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. And it gave emphasis to language part rather than history or theme.
ലാംഗ്വേജിന്റെ ഒരു പൊളിറ്റിക്സിനെയാണ് സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും പഠിച്ചത്. By 1970s you have what we call linguistic turn in English. നമ്മൾ ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് വിളിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടേൺ, ഒരു എന്താ പറയാ വഴിത്തിരിവാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതുവരെ തീമിനെ നോക്കി, അതുവരെ അതിന്റെ മോറലിസ്റ്റിക് ആസ്പെക്ടിനെ നോക്കി, അതിൽ മനുഷ്യന്റെ പങ്കിനെ നോക്കി, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിന് ആരും പഠിച്ചിരുന്നില്ല. സോ ബൈ 1970s യു ഹാവ് ലിംഗ്വിസ്റ്റിക് ടേൺ ഇൻ ലിറ്ററി തിയറി. A shift of focus to the linguistic aspect of a literary work. ലാംഗ്വേജിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പ്രോമിനന്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് സൊഷൂർ ആണ്, ഫെർഡിനൻഡ് ഡി സൊഷൂർ. നിങ്ങൾ സ്ട്രക്ചറലിസം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. So what they studied, they focused was on the nature of language, role of language in meaning making. How does meaning making happen? Meaning എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതേപോലെ ഈസ് ദെയർ എനി ആൻ ആബ്സല്യൂട്ട് മീനിങ്? ഒരു വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളോ അതോ പല അർത്ഥങ്ങളുണ്ടോ? ഒരു സെന്റൻസിന് ഒരു ആബ്സല്യൂട്ട് അല്ലെങ്കിൽ ഇതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം എന്ന് ഒറ്റ അർത്ഥം പറയാൻ പറ്റുമോ അതോ പല പല അർത്ഥങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണ് വിത്ത് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസം. രണ്ടും ഒരു സമയത്ത് വന്നതല്ല. ആദ്യം സ്ട്രക്ചറലിസം വരുന്നു, ഒരുപാട് ക്രിട്ടിക്സ് അതിന് കൂടെ വരുന്നു. അതിനുശേഷം ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്ട്രക്ചറലിസത്തിനെതിരെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം വരുന്നത്. ഓക്കെ, അതും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് എന്താ പറയാ അടുത്ത മോഡ്യൂളിലൊക്കെ ആയിട്ട് നിങ്ങൾ അതിനെ പഠിക്കും. ആൻഡ് ഇൻ 1980s കുറച്ചും കൂടെ എന്താ പറയാ നൂതനമായത് എന്ന് പറയുന്ന ന്യൂ ഹിസ്റ്റോറിസിസം ഓർ കൾച്ചറൽ മെറ്റീരിയലിസം. ആദ്യം ന്യൂ ഹിസ്റ്റോറിസിസം ആണ് വരുന്നത് ഇൻ അമേരിക്ക. ഇത് രണ്ടും ഒന്നാണ്. ബട്ട് ന്യൂ ഹിസ്റ്റോറിസിസം ഇസ് ദ ടേം ഗിവൺ ഇൻ അമേരിക്ക വൈൽ കൾച്ചറൽ മെറ്റീരിയലിസം ഇസ് ഇൻ ബ്രിട്ടൻ. ഓക്കെ, ഗ്രേറ്റ് ബ്രിട്ടനിലാണ് കൾച്ചറൽ മെറ്റീരിയലിസം ഉണ്ടാവുന്നത്. ആദ്യം വരുന്നത് ന്യൂ ഹിസ്റ്റോറിസിസം ആണ്. ഇറ്റ് ഗേവ് an emphasis on the context and history. ഏതൊരു വർക്ക് പഠിക്കുമ്പോഴും, അതായത് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, കോണ്ടെക്സ്റ്റ് നിന്ന് വിട്ടിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 1980s ആവുമ്പോഴേക്കും there is a going back to the ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ഓൺ കോണ്ടെക്സ്റ്റ്. അതായത് അവർ കോണ്ടെക്സ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം ഒരു വർക്ക് പഠിക്കുമ്പം അതിന്റെ കോണ്ടെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെ ഉള്ള സബ് ടെക്സ്റ്റ് ആയിട്ട് പഠിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് വർക്കും കോണ്ടെക്സ്റ്റും ഒരേപോലെ പഠിക്കണം. ആൻഡ് ദേ ഓൾസോ അഡ്വക്കേറ്റഡ് ദ സ്റ്റഡി ഓഫ് ഓൾ ദ ലിറ്റററി മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ ഷേക്സ്പിയറിനെ പഠിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദ പാംഫ്ലെറ്റ്സ്, ദ റെക്കോർഡ്സ്, the script of a play, the royal records that are എന്താ പറയാ കോർട്ടിലുള്ള റോയൽ റെക്കോർഡ്സ്. ഇങ്ങനെയുള്ള എന്താ പറയാ ലിറ്റററി അല്ലാത്ത പല കാര്യങ്ങളും കൂടി പഠിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കോവിഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, കോവിഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇന്ന് ഇറങ്ങിയ ഒരു നോവൽ, അതായത് ഇപ്പൊ എങ്ങനെയാ പറയാ, ഈ ഒരു സമയത്ത് ഒരു നോവൽ ഇറങ്ങി എന്ന് വിചാരിക്കാം. അപ്പൊ ആ നോവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ നോവൽ മാത്രം പഠിച്ചാൽ പോരാ, പകരം ഇന്ന് ഇറങ്ങുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഗവൺമെന്റ് റെക്കോർഡ്സ് എന്തൊക്കെയെന്ന് നോക്കണം. യൂട്യൂബിലുള്ള പുതിയ വീഡിയോസ് എന്തെല്ലാം എന്ന് നോക്കണം. അങ്ങനെ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ട്വിറ്ററിലുള്ള മാറ്റങ്ങൾ, ഗൂഗിളിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും, അപ്പോൾ ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ഇതെല്ലാം നോക്കിയാൽ മാത്രമേ ടെക്സ്റ്റിനെ മുഴുവനായിട്ടും പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ന്യൂ ഹിസ്റ്റോറിസിസം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. Then in 1990s you have a series of other theories like post-colonialism. അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോസ്റ്റ് മോഡേണിസം, ബ്ലാക്ക് ഫെമിനിസം ആൻഡ് അതർ ഫോംസ് ഓഫ് ഫെമിനിസം. ബ്ലാക്ക് ഫെമിനിസം മാത്രമല്ല, ഒരുപാട് ഫോംസ് ഓഫ് ഫെമിനിസംസ് വരികയാണ്. തുടക്കത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ലീനിയർ മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ ബൈ 1990s ഒരു
പോസ്റ്റ് മോഡേൺ രീതിയിലേക്ക് ഫെമിനിസവും മാറുകയാണ്. പല പല ഫെമിനിസം വരികയാണ്. അതായത് ഓരോ റീജിയനിലും ആൾക്കാരുടെ പെണ്ണുങ്ങൾ, അതായത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ഇഷ്യൂസ് ആണ് പഠിക്കുന്നത് എങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ റീജിയനിലെയും പ്രശ്നങ്ങൾ വേറെ വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പല ഫെമിനിസംസ് വരികയാണ്. ക്വീർ സ്റ്റഡീസ് ഇസ് അബൌട്ട് ട്രാൻസ്ജെൻഡർ, അതേപോലെയുള്ള ക്വീർ, LGBT, ഗേ, ലെസ്ബിയൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ജെൻഡർ ഉണ്ട് ഇപ്പം. ഒന്നോ രണ്ടോ അല്ല, ആണും പെണ്ണും മാത്രമല്ല, ട്രാൻസ്ജെൻഡർ മാത്രമല്ല, പലതരം ജെൻഡറുകൾ ഉണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റഡീസ് ക്വീർ സ്റ്റഡീസിൽ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾ കംസ് ഇൻ 20th century. ഇത്രയും തിയറീസ് ലിറ്ററി തിയറിയിൽ വരുന്നതാണ്. ഇനിയും തിയറീസ് ഉണ്ട്, ട്രോമ തിയറി, സ്പെക്ട്രൽ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ ഒരു ഓവർവ്യൂ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പം തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത മോഡ്യൂൾസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതും അതാണ്. So what are the recurrent ideals or ideas in critical theory or literary theory? ഇവിടെ ഞാൻ critical theory എന്ന് എഴുതിയത് literary theory നെയാണ്. So the first one is that many notions that we habitually regard as fixed and reliable essences are fluid, unstable, socially constructed, contingent, പ്രൊവിഷണൽ, എക്സെട്ര. അതായത് നമ്മൾ ലിബറൽ ഹ്യൂമനിസത്തിന്റെ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ഒരു ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ എംപിറിസിസത്തിലാണ് നിന്നിരുന്നത്. അന്വേഷിച്ചു പോയാൽ അൾട്ടിമേറ്റ്ലി നമുക്കൊരു ട്രൂത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു 1990s 1950s ശേഷം, ആഫ്റ്റർ ദ വേൾഡ് വാർസ്, what happened was human being lost the belief in ultimate truth. ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ there is nothing called one absolute truth, but you have truths. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സത്യങ്ങളുണ്ട്. ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഇവന്റിന് തന്നെ പലർക്കും പല കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരികയാണ്. And so many things that we first thought as an essence, അതായത് ജെൻഡർ ഐഡന്റിറ്റി, ആണ് പെണ്ണ് എന്നുള്ളത് നമ്മളൊരു എസെൻസ്, നമ്മളെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചിരുന്നുവെങ്കിൽ അത് മാറി ജെൻഡർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, ഇങ്ങനെയുള്ള ഒരു ഐഡിയയിലേക്ക് വരികയാണ്. അതായത് സ്ത്രീകൾ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം എന്ന് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ബൈ ദ സൊസൈറ്റി. അതായത് ആരൊക്കെയോ പറഞ്ഞിട്ട് സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിൻജന്റ്, ഇറ്റ് എമേർജസ് ത്രൂ പ്രാക്ടീസ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടിയെ പോലെ ആണാവണം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ സൊസൈറ്റി ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പ്രാക്ടീസിലൂടെയും ബാക്കിയുള്ളവർ സോഷ്യലി പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് അത് എന്താ പറയാ, അത് നോമായിട്ട് അല്ലെങ്കിൽ അതൊരു റൂളായിട്ട് വരുന്നത്. അതല്ലാതെ അത് നാച്ചുറലി ഇൻബോൺ അല്ല, കണ്ടിൻജന്റ് ആണ്, പ്രൊവിഷണൽ ആണ്. പ്രൊവിഷണൽ മീൻസ് സംതിങ് ദാറ്റ് കുഡ് ബി ചേഞ്ച്ഡ്. നിങ്ങളെ ജെൻഡർ, അതായത് ഞാൻ ജനിച്ചത് പെണ്ണായിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് ആണായിട്ടാണ് ജീവിക്കാൻ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് ജസ്റ്റ് എ കാറ്റഗറി ജെൻഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് contingent ആണ്. What is literature and what is not literature may change according to the times. അതായത് പണ്ട് പാംഫ്ലെറ്റ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒന്നും ലിറ്ററേച്ചർ ആയിരുന്നില്ല. ഇന്ന് എന്തും ലിറ്ററേച്ചർ ആണ്. FB പോസ്റ്റ് വരെ ലിറ്ററേച്ചർ ആണ്. പണ്ട് ഒരു പ്രത്യേക അളവിലുള്ളത് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയാൽ മാത്രമേ ലിറ്ററേച്ചർ ആയിട്ട് കണ്ടിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. എനിത്തിങ് ഈസ് എക്സ്പോസ്ഡ് ടു ചേഞ്ച് എന്നതാണ് ഫസ്റ്റ് ഐഡിയ. സെക്കൻഡ് വൺ, all thinking affected and largely all thinking is affected and largely determined by ideological commitments. No mode of inquiry is disinterested, not even one's own. അതായത് disinterested എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒബ്ജക്റ്റീവ് എന്നാണ് അർത്ഥം.
ഡിസ്ഇൻട്രസ്റ്റഡ് മീൻസ് ഒബ്ജക്റ്റീവ്. സോ നമ്മൾ ലിബറൽ ഹ്യൂമനിസം പറഞ്ഞിരുന്നു, ആർണൽഡ്, എസ്പെഷ്യലി മാത്യു ആർണൽഡ് പറഞ്ഞിരുന്നു, ക്രിറ്റിസിസം ഇസ് എ ഡിസ്ഇൻട്രസ്റ്റഡ് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ആണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡി പോസിബിൾ അല്ല എന്നാണ് തിയറി പറയുന്നത്, ലിറ്റററി തിയറി പറയുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, however we try to be objective, it is not going to happen. It is always ideological. You will always be affected or influenced by your own thought process. ഓക്കെ, നിങ്ങൾ വളർന്ന സർക്കംസ്റ്റാൻസസ്, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ്, നിങ്ങളെ സ്വാധീനിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ ഒക്കെ ബേസിസിൽ മാത്രമേ ഒരാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ നെവർ ഹാവ് എ ഡിസ്ഇൻട്രസ്റ്റഡ് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം. Third point, language conditions and limits what we see, and all reality is linguistic, textual construct. അതായത് നമ്മൾ എങ്ങനെ ആദ്യം വിചാരിച്ചിരുന്നത്, we see the reality or we experience the reality, then we express it through language. അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ലാംഗ്വേജ് ഇസ് വാട്ട് കണ്ടീഷൻസ് ആൻഡ് കൺസ്ട്രക്ട്സ് റിയാലിറ്റി. നിങ്ങൾ കാണുന്നതിനൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലാംഗ്വേജ് ആണ്. ഈ ഐഡിയ മനസ്സിൽ വെക്കുക. അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ സ്ട്രക്ചറലിസം ഒക്കെ പഠിക്കുമ്പോൾ വിൽ ഗോ ത്രൂ ഇറ്റ് അഗൈൻ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. All texts, fourth one and last one, all texts are webs of contradiction with no final court of appeals to render judgment. ഇതെന്റെ വാക്കുകളല്ല, ഒരു ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ all texts are webs of contradiction, അതായത് എല്ലാ ടെക്സ്റ്റും is a part of a larger whole. അതായത് എല്ലാം ഒരു കോൺട്രഡിക്ഷനിലാണ്. ആൻഡ് there is nothing like a final judgment. No final court of appeal to render judgment. അതായത് ഒരു സ്ഥലത്ത് പോയാൽ ഒരു ഫൈനൽ ആൻസർ കിട്ടും. ഇപ്പൊ നിങ്ങൾ ഒരു പോയം പഠിക്കുകയാണെന്ന് വിചാരിക്കുക, സേ ബൈസാന്റിയം ബൈ യേറ്റ്സ്. അതിനൊരു ഫൈനൽ അൾട്ടിമേറ്റ് മീനിങ് ഉണ്ട്, അത് എവിടെ പോയാൽ കിട്ടും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉത്തരം ഇല്ല. യു വിൽ നെവർ ഗെറ്റ് എ ഫൈനൽ മീനിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ബീങ് കോൺട്രഡിക്റ്റഡ്. നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഐ ക്യാൻ റീഡ് ഇറ്റ് ഇൻ വൺ വേ ആൻഡ് യു ക്യാൻ ഈവൻ കോൺട്രഡിക്ട് മൈ റീഡിങ്. The other person can contradict your reading, and it is always a web of contradiction. Literature എന്ന് പറയുന്നത്, അല്ലെങ്കിൽ every text is a web of contradiction. It is always exposed to criticisms, and there is nothing called an absolute meaning, absolute truth. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ട്രൂത്ത് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ നന്നായിട്ട് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അത് എൻ്റെ ലാംഗ്വേജിന്റെ ഗുണം. ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വളരെ പെഡസ്ട്രിയൻ എക്സാമ്പിൾ ആണ് ഇത്, കുറച്ചും കൂടെ ഡെപ്തിലുള്ളതാണ്. തേർഡ് പോയിന്റ് ആണ് ഇപ്പൊ പറയുന്നത്. ഫോർത്ത് പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് പോയിന്റിലേക്ക് ഒന്നും കൂടെ കൊണ്ടുപോയതാണ്. അപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഈ മരുന്ന് വാങ്ങേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഈസ് കേപ്പബിൾ ഓഫ് യൂസിങ് ഹിസ് ലാംഗ്വേജ് ടു കൺസ്ട്രക്ട് എ റിയാലിറ്റി ദാറ്റ് യു ആർ നോട്ട് അവെയർ ഓഫ്. അതായത് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്നും, ഇപ്പൊ കൊറോണയാണെന്ന് വിചാരിക്കാം, കൊറോണയെ കുറിച്ച് നമുക്ക് അവയർനെസ് കിട്ടുന്നത്, നമ്മൾ മാസ്ക് ധരിക്കുന്നത്, കൊറോണ എന്താണെന്ന് അറിയുന്നത്, ഇതൊക്കെ ലാംഗ്വേജിലൂടെയാണ്. ലാംഗ്വേജിലൂടെ മാത്രമാണ് നമ്മൾ റിയാലിറ്റി വരുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കാം. തേർഡ് പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഐ ഹോപ്പ് ഓൾ ദി അതർ പോയിന്റ്സ് ആർ ക്ലിയർ. എന്താണോ നമ്മൾ ആബ്സല്യൂട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ, നമുക്ക് ബേസിക് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, ബേസിക് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതിനെ പൊളിച്ചെഴുതുകയാണ് ലിറ്റററി തിയറി. അല്ലെങ്കിൽ പോസ്റ്റ് വാർ പീരീഡില്, പോസ്റ്റ് 1950s നടക്കുന്നത്. ലിബറൽ ഹ്യൂമനിസത്തിൽ നിന്നും മാറി ലിറ്റററി തിയറിയിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കണം. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഗോ ടു യുവർ സിലബസ് ആൻഡ്
check linguistic turn, paradigm shift and critical turn. നമ്മൾ ലിബറൽ ഹ്യൂമനിസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന 3 ടേംസ് ഉണ്ട്. അത് 3ഉം ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന മേജർ ചേഞ്ചസ് ഉണ്ടല്ലോ, മേജർ ഫീച്ചേഴ്സ്, ഐഡിയാസ് ഓഫ് ക്രിട്ടിക്കൽ തിയറി, അതാണ് ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള പാരഡൈം ഷിഫ്റ്റ്. ആൻഡ് വി ആർ മൂവിങ് വിത്ത് ദിസ്, വി ആർ മൂവിങ് ഫ്രം ലിബറൽ ഹ്യൂമനിസം ടു ലിറ്റററി തിയറി. ക്രിട്ടിക്കൽ ടേൺ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ദ മൂവ്മെന്റ് ഫ്രം ലിബറൽ ഹ്യൂമനിസം ടു ക്രിട്ടിക്കൽ തിയറി അല്ലെങ്കിൽ ലിറ്റററി തിയറി. ലിംഗ്വിസ്റ്റിക് ടേൺ എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ നിങ്ങൾ സ്ട്രക്ചർലെസ് ഒക്കെ പഠിക്കുമ്പം കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കും. ഓക്കെ.